അപ്പൊ തുടങ്ങാം. നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിക്കാണ് മുദ്ര കുത്തുന്നത്. സമൂഹത്തിൽ മുദ്ര കുത്തിയിട്ടുണ്ടല്ലോ. നമ്മളെന്തായാലും മുദ്രയെ കുത്തിയിട്ടുണ്ടോ? ഞാൻ അത്രക്കാരൻ നിന്റെ അച്ഛനെങ്ങാനും എന്തൊക്കെയോ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, ഒത്തില്ല. അപ്പൊ പിന്നെ രണ്ടുപേരിലേക്ക് വാ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. എന്താണ് വാ ചോദിക്കേ. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഞാൻ സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടോ, സംഗി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന രണ്ടുപേരും രണ്ട് രീതിക്ക്. അതെ, അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. മറ്റേതെന്താ പറയുന്നത്? കമ്മി, അതും കൂടെ കമ്മി എന്ന് പറയണ കമ്മി. പക്ഷെ നിങ്ങൾ ചേർന്നിരിക്കണം, നമുക്കൊക്കെ സന്തോഷമാണുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നതെന്നാണ്. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. അല്ല, എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്, ആരും അറിഞ്ഞില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നത് ഒന്ന് മീഡിയ ആണ്, ഒന്ന് നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ കാണുന്ന ജനങ്ങളാണ്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഞങ്ങള് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് സംഖ്യയാണോ എന്ന് ചോദിക്കാറില്ല, അല്ലെങ്കിൽ കമ്മിയാണോ എന്ന് ചോദിക്കാറില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എന്റെ ഒരു പൊളിറ്റിക്സ് ആണ്. വെരി ഗുഡ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. എന്റെ സാറേ, ഞാൻ കാല് പിടിക്കാം, അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ, പ്ലീസ്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യത്തിലും ഒരു സിനിമ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഇത്രയും വലിയ വിഷയം നമുക്ക് പ്രതികരിക്കാതെ പോകുന്നത് തോന്നിയാസം കാണിച്ചതും പോരാ, തർക്കോത്തരം പറയുന്നു. നീ ഒന്നും പണയണ്ട. അല്ല, എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ TRP കൂട്ടാൻ വേണ്ടിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളെ കഴിഞ്ഞു. അപ്പോ അടുത്ത മാസം 1-ാം തീയതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്